എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റിൽ മറ്റൊരു പൂ കൂടി വിരിഞ്ഞിരിക്കുന്നു. ഈ പൂ വിരിയുന്നത് കാണാൻ തന്നെ അതിമനോഹരമാണ് ആക്ച്വലി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. എന്താ അതിൻ്റെ ആ ഒരു ഭംഗി നോക്ക്. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ടേസ്റ്റിയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമെന്ന് പറയുന്നത് ഈ പൂ വിരിയുന്നതും, പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് തേനീച്ചകൾ വന്ന് ചേരുന്നതും അവയുടെ ഒരു മൂളിപ്പാട്ടുമൊക്കെയാണ് എനിക്കിഷ്ടം. ഇപ്രാവശ്യം എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ട്രീയിൽ പ്ലാന്റിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഓസ്ട്രേലിയയിൽ വെസ്റ്റേൺ പാർട്ടിലാണ്, വെസ്റ്റേൺ റീജിയനിലാണ്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ പെർത്തിലാണ് പുള്ളി. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എന്തായി, ഒരു വീഡിയോ ഇടാമോ, എങ്ങനെയാണ് ഇത് പ്ലാന്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കുറച്ച് ഇൻഫർമേഷൻസ് തരാമോ. ആ പുള്ളി എൻ്റെ ഒരു ഫൈനാൻഷ്യൽ കൺട്രോളർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പുള്ളിക്കൊരു ചെറിയ ടെക്സ്റ്റ് ചെയ്താൽ മതി, പുള്ളി അപ്പം തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമുക്ക് പുള്ളി അയച്ചു തരും കടമായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെയധികം കുറേ നാൾ, എനിക്ക് തോന്നുന്നു 5-8 വർഷത്തെ നല്ല സൗഹൃദമുണ്ട്. അപൂർവം ചില നല്ല സൗഹൃദങ്ങളേ ഉള്ളൂ എനിക്ക്. അതിലൊരു നല്ല സുഹൃത്താണ് പുള്ളി. അപ്പം ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇത് കാക്ടസ്, അതായത് കള്ളിമുൾച്ചെടി വിഭാഗത്തിൽപ്പെടും. ഇതിനധികം വെള്ളം വേണ്ട. ഇത് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കലായിട്ട് വളരും. ഇതിന് കൂടുതൽ നമ്മളെന്താ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വെയിൽ ഇതിന് പറ്റില്ല, ഒരുപാട് ചൂട്. അപ്പോൾ അതിന് ചെറിയ ഷെയ്ഡ് വേണം. പിന്നെ വെള്ളം അധികം പാടില്ല, ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, കുറച്ച് നമ്മുടെ കപ്പയ്ക്കൊക്കെ കൂമ്പാരെടുക്കുന്ന പോലെ എടുത്തിട്ട് അതിൽ മൾച്ച്, വുഡിൻ്റെ ചിപ്സ് ഇട്ട്, കോഴിക്കാഷ്ടം ഇതിന് പറ്റിയ സാധനമാണ്. നമുക്കിഷ്ടം പോലെ പൂ പിടിക്കാനും കാ പിടിക്കാനും കോഴിക്കാഷ്ടം നന്നായിട്ട് പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചൂടാണ് വേണ്ടത്, കള്ളിമുൾച്ചെടിയാണല്ലോ. അപ്പോൾ ഇതിന് ചൂട് വേണം. അപ്പോൾ ചൂട്ടിൽ നിന്നൊരു കുറച്ച് മാറിയിട്ട് കോഴിക്കാഷ്ടം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, കോഴിയുടെ കോഴിക്കാഷ്ടം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മൾച്ചിട്ട് ഇങ്ങനെ നമ്മളൊരു ചെറിയൊരു ബണ്ട് പോലെ ആക്കി കഴിഞ്ഞാൽ, ചെറിയൊരു കുന്നുപോലെ ആക്കി കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല. പിന്നെ നമ്മൾ വേറെ കാര്യമായിട്ട് ഒന്നും കെയർ ചെയ്യാനില്ല. ഇതിന് പ്രത്യേകിച്ച് വളം എന്ന് പറയുന്ന കോഴിക്കാഷ്ടം അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല വെയിലൊക്കെ വരുമ്പോൾ കുറച്ച് വെള്ളം എന്താ പറയുക, കുറച്ച് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. അതിപ്പം എത്ര കള്ളിമുൾച്ചെടിയാണെങ്കിലും ഒരു കുറച്ച് വെള്ളം നല്ല വേനൽക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താ പറയുക, കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇത് കയറി വളരാൻ, കടന്നിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണം. കയറിയിട്ട് കണ്ടോ, മുകളിലോട്ട് കയറിയിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടന്നാൽ ഇതിൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ടാവും. അത്രമാത്രം. സോ സിമ്പിൾ.